നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയൂണിനുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പരിപ്പും മുരിങ്ങക്കായയും ചേർത്തുള്ള ഒരു കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കറി തയ്യാറാക്കാൻ ആവശ്യമായ പരിപ്പ്, മുരിങ്ങക്കായ, അതുപോലെ തന്നെ മുളക് പൊടി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, ഇത്രയുമാണ് കേട്ടോ ആയിട്ടുള്ള വസ്തുക്കൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത പരിപ്പിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനൊരല്പം കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ മുരിങ്ങക്കായ വെന്ത് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. മുരിങ്ങക്കായ ഇവിടെ വെന്ത് വരുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, അതുപോലെ തന്നെ ഒരു 4 അല്ലി ഉള്ളി, ഒരു 3 പച്ചമുളക്, ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇവിടെ മുരിങ്ങക്കായ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളം തന്നെ കുറച്ചൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ചിലർ ഇതിലേക്ക് തക്കാളി ചേർക്കാറുണ്ട്. തക്കാളിയുടെ രുചി കൂടി താല്പര്യമുള്ളവർക്ക് തക്കാളിയും കൂടെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം കേട്ടോ. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് താളിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് പരിപ്പും മുരിങ്ങക്കായും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ഉച്ചയൂണിന് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.